ആലപ്പുഴയിൽ തമിഴ്നാട് കുളച്ചൽ സ്വദേശികളുടെ അനധികൃത മത്സ്യബന്ധനം. തോട്ടപ്പള്ളി തുറമുഖത്ത് സംഘർഷം. കുളച്ചൽ സ്വദേശികൾ പുറം കടലിൽ നിന്ന് അനധികൃതമായി കണവ പിടികൂടിയതാണ് സംഘർഷത്തിന് കാരണമായത്. തമിഴ്നാട് കുളച്ചൽ സ്വദേശികൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ പുറക്കാട് നിന്ന് പുലർച്ചെ നിരോധിത വല ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തുന്നുവെന്ന വ്യാപക പരാതി ഉയർന്നിരുന്നു. ഇതിനിടയിലാണ് വെള്ളിയാഴ്ച തോട്ടപ്പള്ളിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കുളച്ചൽ തൊഴിലാളികളെ പിടികൂടുന്നത്. പവർ ലൈറ്റ്, ജനറേറ്റർ എന്നിവയുൾപ്പെടെ നിരവധി വസ്തുക്കൾ വള്ളത്തിലെത്തിച്ചാണ് അനധികൃതമായി ഇവർ കണവ പിടികൂടിയത്. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വള്ളങ്ങളിലായിരുന്നു കുളച്ചൽ സ്വദേശികളുടെ മത്സ്യബന്ധനം. ഇവയ്ക്ക് പച്ച കളർ കോഡാണുള്ളത്. ഇത്തരത്തിലെ 3 വള്ളങ്ങളാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പിടികൂടിയത്. നമ്മുടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി മേഖലയെ നശിപ്പിക്കുന്ന തരത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള കേരളത്തിൽ നിരോധിച്ച വലകൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ പവർ ലൈറ്റ് ഉപയോഗിച്ചും മത്സ്യബന്ധനം നടത്തി കേരളത്തിൻ്റെ തീരപ്രദേശത്ത് മത്സ്യം ഉണ്ടാകാത്ത തരത്തിൽ അനധികൃതമായിട്ടുള്ള മത്സ്യബന്ധനമാണ് നടത്തുന്നത്. പ്രധാനമായും സംസ്ഥാന ഗവൺമെൻറ് നിയമത്തിലൂടെ നടപ്പിലാക്കിയ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള വള്ളങ്ങൾ ഇവിടെ മത്സ്യബന്ധനം നടത്തുന്നത്. വള്ളങ്ങളും കണവയും പിന്നീട് തോട്ടപ്പള്ളി തുറമുഖത്ത് എത്തിച്ചു. ഏകദേശം 1000 കിലോ കണവയാണ് അനധികൃതമായി പിടിച്ചെടുത്തത്. വെള്ളിയാഴ്ച 1 കിലോ കണവയുടെ വില 630 രൂപയായിരുന്നു. പിടിച്ചെടുത്ത കണവ പിന്നീട് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ തോട്ടപ്പള്ളി തുറമുഖത്തെത്തിച്ച് ലേലം ചെയ്തു. ലേലത്തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടി. മാസങ്ങളായി നടക്കുന്ന ഈ അനധികൃത മത്സ്യബന്ധനത്തിനെതിരെ ഫിഷറീസ് വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പരാതി. കുളച്ചൽ സ്വദേശികൾ പവർ ലൈറ്റ് ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നതിനാൽ തങ്ങൾക്ക് മത്സ്യം കിട്ടുന്നില്ലെന്ന പരാതിയാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്നത്. ഇതിനെതിരെ കർശനമായ പരിശോധനയും നടപടിയും വേണമെന്നാണ് ഇവരുടെ ആവശ്യം. അമൃത ന്യൂസ്, ആലപ്പുഴ.